ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ അപകടത്തെ തുടർന്ന് ഉന്നതതല സമിതി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റെയിൽവേയുടെ ഈ ഉന്നതതല സമിതി വിവിധ വിഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ടുകൾ തേടിയിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ നിന്നും തേടിയ റിപ്പോർട്ടിൽ ആണ് ഇക്കാര്യങ്ങൾ പരാമർശിക്കുന്നത്. ഡൽഹി പോലീസിന്റെ റിപ്പോർട്ടിനെ പൂർണ്ണമായും ശരിവെക്കുന്നതാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ റിപ്പോർട്ടും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അനൗൺസ്മെന്റിലുണ്ടായ ആശയക്കുഴപ്പമാണ് ഈ അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് RPFന്റെ റിപ്പോർട്ടിലും പറയുന്നത്. പ്രധാനമായും പ്ലാറ്റ്ഫോം നമ്പർ 12 നിന്നും കുംഭമേള സ്പെഷ്യൽ ട്രെയിൻ പുറപ്പെടും എന്ന അറിയിപ്പ് 8:45 നൽകിയിരുന്നു. അല്പസമയങ്ങൾക്ക് ശേഷം വീണ്ടും മറ്റൊരു അറിയിപ്പ് വന്നത് കുംഭമേളയ്ക്കുള്ള പ്രത്യേക തീവണ്ടി പ്ലാറ്റ്ഫോം നമ്പർ 16 നിന്നും പുറപ്പെടും എന്നു ആണ്. ഈ ഒരു ഘട്ടത്തിൽ പ്ലാറ്റ്ഫോം നമ്പർ 14, 15 എന്നിവയിൽ 2 ട്രെയിനുകൾ നിർത്തിയിട്ടിരുന്നു. കൂടാതെ വൈകിയ 2 ട്രെയിനിലേക്കുള്ള ആളുകളും ആ പ്ലാറ്റ്ഫോമിൽ നേരത്തെ തന്നെ എത്തിയിരുന്നു. ഇതുകൂടാതെയാണ് ഈ അനൗൺസ്മെന്റിലെ ആശയക്കുഴപ്പത്തെ തുടർന്ന് 12-ാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള ആളുകൾ കൂടി ഈ പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിക്കുന്ന മേൽപ്പാലത്തിലേക്ക് കയറി പ്ലാറ്റ്ഫോം മാറി ഇറങ്ങാൻ ശ്രമിച്ചത്. ഇത് വലിയ തിക്കും തിരക്കിനും ഇടയാക്കി. ഏതാണ്ട് 5 ട്രെയിനുകളിലേക്കുള്ള യാത്രക്കാർ ഒരുമിച്ച് ഈ നടപ്പാതകളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഘട്ടത്തിൽ തിക്കും തിരക്കും ഒഴിവാക്കുന്നതിനായി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് നടപ്പാതകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുകയായിരുന്നു എന്നും തിക്കിലും തിരക്കിലും ആളുകൾ പടിക്കെട്ടുകളിൽ വീഴുകയും അവർക്ക് മുകളിലൂടെ മറ്റുള്ളവർ ചവിട്ടി നടക്കുകയും ചെയ്തതാണ് ഇത്രത്തോളം വലിയ ദുരന്തത്തിന് ഇടയാക്കിയത് എന്നുമാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്.